ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ്. ഇന്നലെ ഞാൻ എല്ലാവരും ചോദിച്ച ചിക്കൻ ആൻഡ് റൈസ് റെസിപ്പി ഇട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ കഴിക്കാൻ പോകുന്നത് റൈസിന് പകരം ബ്രെഡ് ഓൾട്ടർനേറ്റ് ചെയ്യും. ചില സമയത്ത് കാലറീസ് റഫ്ലി അറൗണ്ട് 700. സെയിം ചിക്കൻ എങ്ങനെയാണ് ഉണ്ടാക്കിയ അതേപോലെ റെസിപ്പി തന്നെ. ബട്ട് എൻ്റെ കയ്യിൽ ചിലപ്പോൾ 2-3 എക്സ്ട്രാ മസാലാസ് ഉണ്ടാവും. അപ്പം ഞാനത് ഓൾട്ടർനേറ്റ് ചെയ്യും, സോ ദാറ്റ് ഐ ഡോണ്ട് ഗെറ്റ് ഫെഡ് അപ്പ് ഒരേ സംഭവം ഈറ്റ് ചെയ്ത് കഴിക്കണേൽ നിന്നും. ജസ്റ്റ് ഒരു പനീർ മസാല എന്നുള്ളത് ചിലപ്പോൾ ചന്ന മസാലയും അങ്ങനെ ചെറുതായിട്ടൊരു വ്യത്യാസം ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഒരുപോലെ തന്നെയാണ്. ഇന്ന് ആംഡേ ആണ്. ഞാനപ്പോൾ ഏകദേശം ഒരു 2 hours മുന്നേ കഴിക്കും എന്തായാലും ഫുഡ്. അപ്പോൾ എനിക്ക് അധികം സ്റ്റഫ്ഡ് അപ്പ് ആവില്ല. എൻ്റെ ടോപ്പ് 3 ബൈസെപ്പ് എക്സസൈസസ് ഞാൻ കാണിച്ചു തരാം. എങ്ങനെയാണ് ഞാൻ എൻ്റെ ബൈസെപ്പിനെ ട്രെയിൻ ചെയ്യുമ്പോൾ ഒരു എക്സസൈസസിനെ ഫ്രെയിം ചെയ്യാന്നുള്ള രീതിയിൽ 6 സെറ്റ്സ് ഉണ്ടാവുള്ളൂ ടോട്ടൽ ബൈസെപ്സിന്. അപ്പോൾ മീൽ കഴിക്കുക, കുറച്ചേരം ഇരിക്കുക, ദെൻ വിൽ ഗോ ടു ജിം. ജസ്റ്റ് സാധാ ചിക്കൻ ഇന്നലെ എങ്ങനെയാണ് വീഡിയോ ഇട്ട അതേ റെസിപ്പി തന്നെ. മസാലയ്ക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് മാറ്റും. അന്നേരത്തെ പനീർ ബട്ടർ മസാല ആയിരുന്നു, ഇപ്പൊ ഇതെന്ന് ഷാഹി പനീർ മസാല. അങ്ങനെ വേറൊരു ചിക്കൻ മസാല കൂടിയും വാങ്ങി വെച്ചെങ്കിൽ ഇതിനിപ്പോ അധികം വില ഇല്ലേ. ഇതിനിപ്പോ നോക്കുകയാണെങ്കിൽ ഞാൻ ഇടാം. എത്ര കിട്ടി 100 രൂപയുള്ളൂ. ഇതിന് അത്യാവശ്യം കുറെ കാലത്തേക്ക് നിൽക്കും ചെയ്യും. എന്തൊരു 3 മസാല വാങ്ങി കഴിഞ്ഞാൽ മാറി മാറി ഉപയോഗിച്ചാൽ ടേസ്റ്റും ഉണ്ടാവും ഫുഡ്. നിങ്ങൾ കണ്ടുല്ലോ, ഞാൻ ഇന്ന് സാധാ നോർമൽ ബാർബൽ കേൾ അടിച്ചത്. യൂഷ്വലി ഞാൻ കേബിൾ കേളാണ് പെർഫോം ചെയ്യാറ്, ഹെവി ആയിട്ടുള്ള സെറ്റ്സ്. ആദ്യം തന്നെ ബൈസെപ്സിന് 2 സെറ്റ്സ്. ബട്ട് ഇന്ന് ഞാൻ ഈ ഒരു സെറ്റ് അടിച്ചിട്ട് ഞാൻ അതിലേക്കും ഒരു സെറ്റ് പെർഫോം ചെയ്യാമെന്ന് വിചാരിക്കണം. സോ ഇതിലെനിക്കിപ്പോൾ 10 സോളിഡ് റെപ്സ് പോയി വിത്ത് പെർഫെക്റ്റ് ഫോം. എന്നിട്ടാണ് ഫെയിലായത്. നൗ അതേ ഫോമിൽ തന്നെ നമ്മൾ ഫെയിലിയറിനെ ടച്ച് ചെയ്യും കേബിൾ കേളിൽ. പിന്നെ ഒരു ടിപ്പ് പറയാനുള്ളത്, നല്ല രീതിയിൽ ലോവർ ബാക്ക് ഫറ്റീഗ് ആവുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഹെവി കേൾസ് പെർഫോം ചെയ്യുമ്പോൾ ബെൽറ്റ് ഇടണേൽ യാതൊരു കുഴപ്പമില്ല. ഞാനൊക്കെ ഇനീഷ്യലി അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഓവർ ടൈം കുറച്ച് ലോവർ ബാക്ക് സ്ട്രോങ് ആയിപ്പോൾ നൗ ഐ ഡോണ്ട് നീഡ് എനി ബെൽറ്റ്. അപ്പം ഞാനിത് പറഞ്ഞ പോലെ ഹെവി ആയിട്ടാണ് പോണേ. ഫോമാണ് ഞാൻ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കണേ. സ്ലോ ആയിട്ട് നെഗറ്റീവിനെ കൊണ്ടുപോകും, എന്നിട്ട് അതുപോലെ തന്നെ എക്സ്പ്ലോഡ് ചെയ്യും. എക്സ്പ്ലോഡ് ചെയ്യണ മൂവ്മെൻറ്റ് ഞാനിപ്പോൾ ഒരു പൊടിക്ക് സ്ലോ ആക്കുന്നുണ്ട്. ഇത് എൻ്റെ വേ ഓഫ് ട്രെയിനിങ് ആണ്. ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ്. ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി നെക്സ്റ്റ് മൂവ്മെൻറ്റ് ഞാൻ ഇൻക്ലൈൻ ഡംബൽകളാണ് ചെയ്യണത്. ഇന്ന് ഇൻക്ലൈൻ മെഷീനോടില്ല, അതുകൊണ്ട് നമ്മൾ ഈ സീറ്റിലാണ് പെർഫോം ചെയ്യണത്. ഒരു ഹയർ നമ്പർ ഓഫ് റെപ്സ് ആണ് ടാർഗറ്റ് ചെയ്യാൻ 2 സെറ്റ്സ് തന്നെ. നിങ്ങൾ പിന്നെ ആലോചിക്കുന്നുണ്ടാവും ചില എക്സസൈസിൽ ഇവന് ഒരു സെറ്റൊക്കെ അടിക്കണുള്ളൂ. എനിക്ക് എൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത് പണ്ടത്തെ പോലെ ട്രഡീഷണൽ ആയിട്ടുള്ള സംഭവമല്ല. ഒരു എക്സസൈസ് എടുത്തു കഴിഞ്ഞാൽ 3 സെറ്റ് ഇൻറ്റു 12 റെപ്പ് അടിക്കണം, 15 റെപ്പ് അടിക്കണം. പ്രോപ്പർ റേഞ്ച് ഓഫ് മോഷൻ ഫെയിലിയറിലേക്ക് കൊണ്ടുപോവുക, പ്രോഗ്രസ് ചെയ്യാൻ പറ്റണം. അങ്ങനെ നോക്കുമ്പോൾ ഞാൻ ആ എക്സസൈസിൽ ഞാൻ പ്രോഗ്രസ് ആയി. ഒരു സെറ്റിൽ എനിക്ക് ഫെയിലിയർ അറ്റൈൻ ചെയ്തു, കുഴപ്പമില്ല. ഞാൻ ഇനി ഈ മൂവ്മെൻറ്റിലേക്ക് കിടക്കാം. ചില ദിവസം ഞാൻ ഒരു സെറ്റ് അടിക്കും, ചില ദിവസം ഞാൻ ചിലപ്പോൾ ആ മൂവ്മെൻറ്റിൽ 2 സെറ്റ് അടിക്കും. ടോട്ടൽ ഞാൻ 6 സെറ്റ്സ് ആണ് ബൈസെപ്സിന് കൊടുത്തിരിക്കുന്നത് എൻ്റെ ട്രെയിനിങ്ങിൽ. അത് ഞാൻ എങ്ങനെ വേണമെങ്കിൽ ഫ്രെയിം ചെയ്യും വിത്ത് പ്രോഗ്രസീവ് ഓവർലോഡ് എൻ്റെ മൈൻഡിലുണ്ടായിട്ട്. അങ്ങനെ നിങ്ങൾ ചെയ്താൽ മതി. 6, 7, 8, 9, 10.
11. One more. One more. Ah. 10 kgs into 12 പ്രോപ്പർ റെപ്സ് കിട്ടി എനിക്ക്. ലാസ്റ്റ് റെപ്പ് ഫെയിലിയർ എന്ന് പറഞ്ഞാൽ അമ്മാതിരി ഫെയിലിയർ ആയി. നിങ്ങൾക്ക് ചില സമയങ്ങളിൽ മയോ റെപ്സ് ഇൻകോപ്പറേറ്റ് ചെയ്യാം, അതായത് മാച്ച് യുവർ ഓൺ റെപ്സ് എന്ന രീതിയിൽ. ഇപ്പം ഞാൻ ഫസ്റ്റ് സെറ്റ് 12 റെപ്സാണ് പോയത്, അതാണ് എൻ്റെ പീക്ക് ഫെയിലിയർ എന്ന് പറയുന്നത് 10 kgs വെച്ചിട്ട്. അതേപോലെ തന്നെ സെക്കൻഡ് സെറ്റിനും പെർഫോം ചെയ്യാം, ആ 12 റെപ്സിനെ മാച്ച് ചെയ്യാം. അപ്പം ഞാൻ 9 റെപ്സിൽ 10 റെപ്സിൽ ഫെയിലായി സെക്കൻഡ് സെറ്റിൽ. ഒരു 10 സെക്കൻഡ് 5 സെക്കൻഡ് റെസ്റ്റ് ചെയ്യുക, എന്നിട്ട് 12 റെപ്സിനെ എങ്ങനെയെങ്കിലും അടിക്കുക, ആ 12നെ കംപ്ലീറ്റ് ചെയ്യുക. ഇനി ഞാൻ ബോഡി ബിൽഡേഴ്സൊക്കെ അങ്ങനെ ചെയ്യണ കണ്ടിട്ടുണ്ട്. ട്രെയിനിങ്ങിൻ്റെ ഇൻറ്റൻസിറ്റി കൂട്ടാൻ വളരെ നല്ല സ്ട്രാറ്റജിയാണ്, അതുപോലെ തന്നെ ബെനിഫിഷ്യൽ ആവും. എന്നെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഈ രീതിയിലൊക്കെയാണ് ഞാൻ ട്രെയിൻ ചെയ്തിരിക്കുന്നത്. ആംസും പല മസിൽസും ഇമ്പ്രൂവ്മെൻറ്റ്സ് കാണാൻ പറ്റുന്നുണ്ട്. സോ അതും കൂടി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. 6 8 4 more 9 3 more. Oh, come on, do more. One more. Oh, come on. Oh. 4 സെറ്റ്സ് ബൈസെപ്സിൻ്റെ തീർന്നു ഫെയിലിയറിലേക്ക്. നെക്സ്റ്റ് മൂവ്മെൻറ്റ് ഹാമർ വേരിയേഷനാണ്. ഞാൻ വി ബാറാണ് ഉപയോഗിക്കണത്. നോർമൽ വി ഗ്രിപ്പ് ഉണ്ടാവുമല്ലോ എല്ലാ ജിംസിലും, അത്. റോപ്പ് ഉപയോഗിക്കാം, അത് നിങ്ങളുടെ ഇഷ്ടം. പിന്നെ പ്രീച്ചറുകൾ ഞാൻ ചെയ്യാറുണ്ട് ഒരു വീക്ക് ടു വീക്ക് ബേസിസിൽ. അത് ഞാൻ ഇൻക്ലൈൻ്റെ ഒപ്പം ഓൾട്ടർനേറ്റ് ചെയ്യും. അതുപോലെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. ഹെവി സെറ്റ്സ് ആണ് ചെയ്യാൻ പോണവിടെ. 8 to 10 റെപ്സ് 2 സെറ്റ്സ്. എൻഡ് ചെയ്യണത് നമ്മൾ അങ്ങനെയാണ്. ഈ ഒരു മൂവ്മെൻറ്റ് 100% ഹാമർ വേരിയേഷൻ ഞാൻ ഒരിക്കലും പറയുന്നില്ല. കാരണം ഹാമർ മൂവ്മെൻറ്റ് എല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നേരെ ഇങ്ങനെ പൊങ്ങാറ്. ബട്ട് ഞാൻ അത് റോപ്പ് ചെയ്ത് ഞാൻ ഈ ഒരു മൂവ്മെൻറ്റിലേക്ക് ജസ്റ്റ് ഒന്ന് ഷിഫ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് സെയിം സ്റ്റിമുലസ് ഓൾമോസ്റ്റ് കിട്ടുന്നുണ്ട്. എൻറ്റയർലി ബൈസെപ്പ് ആക്ടിവേറ്റ് ആവുന്നുണ്ട് ഓഫ് കോഴ്സ്, ബട്ട് എനിക്ക് നന്നായി രീതിയിൽ വർക്ക് ആവണ പോലെ തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ വേരിയേഷൻ കൈൻഡ് ഓഫ് ലൈക്ക് ഹാമർ ആണെന്ന് പറയണേ. ട്രൈ ചെയ്ത് നോക്കുക. നല്ല രീതിയിൽ ഫോർ ആംസും അതുപോലെ എല്ലാം നല്ല രീതിക്ക് ആക്ടിവേറ്റ് ആവുന്നുണ്ട്. കോമൺലി നമ്മൾ നോക്കുകയാണെങ്കിൽ ഹാമർ വേരിയേഷനിൽ ഫോർ ആംസ് നല്ല രീതിയിൽ എന്തായാലും വരും. അതുപോലെ തന്നെ എനിക്ക് സെയിം എക്സാക്ട് സ്റ്റിമുലസ് എനിക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ മൂവ്മെൻറ്റ് പ്രിഫർ ചെയ്യണേ. അപ്പോൾ വർക്കൗട്ട് തീർന്നു. പോസ് ചെയ്തില്ല, കാരണം ഗെയിം ഉണ്ട്. അതുകൊണ്ട് സെഷനിൽ കോംപ്രമൈസ് ചെയ്തില്ല. നമ്മൾ 9 out of 10 ട്രെയിനിങ് സെഷൻ ഫീൽഡിലേക്ക് കൊണ്ടുപോയി. ട്രെയിനിങ്ങിനെ എപ്പോൾ എന്തെങ്കിലും സിമ്പിൾ ആക്കുക. ഇപ്പോൾ ബൈസെപ്സിൻ്റെ കാര്യങ്ങൾ വരുമ്പോൾ തന്നെ അധികം ഫാൻസി കൈൻഡ് ഓഫ് എക്സസൈസസ് ഇല്ല. ഞാൻ ഇപ്പോൾ എന്തെങ്കിലും 3 പ്രിൻസിപ്പിൾ നിങ്ങളോട് പറയുന്നുള്ളൂ. പെർഫെക്റ്റ് റേഞ്ച് ഓഫ് മോഷൻ ചെയ്യാൻ മാക്സിമം നോക്കുക, ട്രെയിനിങ്ങിനെ ഫെയിലിയറിലേക്ക് കൊണ്ടുപോവുക, പ്രോഗ്രസീവ് ഓവർലോഡ്. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ പ്രോപ്പറായി ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞാൽ യുവർ മസിൽ വിൽ ഗ്രോ. എന്തായാലും അത് ഉറപ്പാണ്. ട്രെയിനിങ് അതുപോലെ തന്നെ ന്യൂട്രീഷനും ഡയലിങ് ചെയ്യുക. ന്യൂട്രീഷൻ എന്തായാലും കീ ഫാക്ടർ ആണല്ലോ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ എനിക്ക് ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ.
Train hard, stay strong, and see you until next time.